പണ്ട് ഇറക്കുമതി ചെയ്ത ബിസ്ക്കറ്റ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കും അതിസമ്പന്നർക്കും മാത്രം വാങ്ങാൻ കഴിയുന്ന ഒരു പലഹാരമായിരുന്ന കാലത്ത് ഇന്ത്യയിലെ ദരിദ്രർക്കും പാവങ്ങൾക്കും താങ്ങാവുന്ന വിലയ്ക്ക് ഒരു ഇന്ത്യക്കാരൻ വിപണിയിലിറക്കിയ ബിസ്ക്കറ്റ് ബ്രാൻഡ് കാലങ്ങൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ബിസ്ക്കറ്റായി മാറിയ ചരിത്രമുണ്ട്. അതെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോളം പഴക്കമുള്ള ഒരു കമ്പനി, ഇന്നും മാറാത്ത അതേ രുചിയും വിലയും, മംഗൻലാൽ ദയാൽ വരച്ച കുട്ടിയുടെ ഫോട്ടോയും പതിച്ച പാർലേജി. ഇറക്കുമതി ചെയ്ത് തുണിക്കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന മോഹൻലാൽ ചൗധ സ്വന്തം രാജ്യത്ത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെന്ന ചിന്തയിൽ മുംബൈയിലെ പാർലെ എന്ന സ്ഥലത്ത് ഒരു പലഹാര ഫാക്ടറി ആരംഭിക്കുന്നു. തുടർന്ന് 10 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ പാർലെ ബിസ്ക്കറ്റ് എന്ന ഐക്കോണിക് ഉൽപ്പന്നം മിതമായ നിരക്കിൽ ഇന്ത്യയിലെ ബിസ്ക്കറ്റിന്റെ രുചി പോലും അറിയാത്ത സാധാരണക്കാർക്ക് എത്തിച്ചപ്പോൾ അത് വിജയമായി. ശക്തിമാൻ എന്ന ക്യാരക്ടറിന്റെ ഒറ്റ പരസ്യം കൊണ്ട് 50 ടണ്ണിൽ നിന്നും 200 ടണ്ണിലേക്ക് വിൽപ്പന ഉയർന്ന ഉൽപ്പന്നത്തിന്റെ നിരവധി അപരന്മാർ ഇറങ്ങിയപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിയാനായി പാക്കറ്റുകളിലാക്കി പാർലേജി എന്ന ഇന്ത്യക്കാരുടെ വികാരമായി മാറിയ പേരിലേക്ക് മാറുന്നതും. ഇന്ന് ഇന്ത്യയിൽ തന്നെ 120